നീരസമാണ് എം ടിയിലെ സ്ഥായിയായ രസം. എന്നിട്ടും മലയാളികൾ രസിച്ചു വായിച്ച എഴുത്തുകാരിൽ ഒരാൾ പലരെ സംബന്ധിച്ചും പ്രധാനി എം ടിയാണ്. ആത്മനിന്ദ എഴുതി മനഃശല്യമുണ്ടാക്കിയ എം ടിയെ നിരാകരിക്കുന്നതിന് പകരം വായനക്കാർ ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിലും ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വിരൂപമായ മുഖം കണ്ണാടിയിൽ കാണുക എം ടിയെ വായിച്ച ദിവസമായിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് എം ടി തന്ന ഈ നേരുള്ള കണ്ണാടിയെ നിരസിക്കാനാവില്ല. വ്യക്തി ജീവിതത്തിൽ നാം അധിക നേരം അഭിമുഖീകരിക്കാൻ ഇഷ്ടപ്പെടാത്തവയാണ് സൂക്ഷ്മമായ വിശദാംശങ്ങളോടെ ഡീറ്റെയിൽസ് മിക്കപ്പോഴും എം ടി എഴുതിയത്. പ്രിയകരമല്ലാത്തതെഴുതി എം ടി പ്രിയതരനായി. പ്രത്യക്ഷത്തിൽ ഒരാശ്വാസവും തരാത്ത ഈ ഏകാന്ത ദ്വീപിലേക്ക് വ്യക്തിഗതമായ കുറ്റബോധം പങ്കിടാനായി ഉത്കടമായ താല്പര്യത്തോടെ ഏകാകികൾ വന്നുകൊണ്ടിരുന്നു. ഒരു പാപിക്ക് താൻ മാത്രമാകുന്ന സന്ദർഭങ്ങൾ ഒട്ടും സ്വാസ്ഥ്യം നൽകുന്നതല്ലെങ്കിലും എം ടിയിലൂടെ ആ അസ്വസ്ഥത നുകരാൻ പാപികൾ ഇഷ്ടപ്പെട്ടു. ഏകാകികളുടെ എഴുത്തുകാരനായ ഏകാകിയായ ഈ എഴുത്തുകാരൻ അവനവനിലെ മറ്റാരും പങ്കിടാത്ത ചിലത് പങ്കിട്ടിരിക്കണം. അപ്രിയ സത്യത്തിൽ അഭിരുചിയുള്ളവർ കുറവല്ല എന്ന് എം ടി കാണിച്ചു. എം ടി പകർന്നു തന്നത് കയ്ക്കുന്ന പാനീയം പ്രത്യക്ഷത്തിൽ രുചികരമായതിനൊന്നും തന്നെ, കൊണ്ടാടപ്പെടുന്നതിനൊന്നും തന്നെ രുചിയില്ലാതായി കഴിഞ്ഞിരുന്ന ഒരു കാലം, അതിൻ്റെ അസന്തുഷ്ടിയെ എം ടിയിൽ സാക്ഷാത്കരിച്ചതാവാം. ഉണങ്ങിയാൽ ജീവിതം തന്നെ ഇല്ലാതാവുന്ന ചില മുറിവുകൾ ഉണങ്ങാതെ കാക്കേണ്ടത് അനിവാര്യമായിരിക്കാം. അസ്തിത്വവ്യഥയുടെ പ്രഖ്യാതരായ അംബാസിഡർമാരിൽ ആരുമല്ല ഏറ്റവും അസ്വസ്ഥജനകമായ വാഴ്വിനെ ആവിഷ്കരിച്ചത്. ഐവാൻ ഇല്ലിച്ചിൻ്റെ മരണമെഴുതിയ ടോൾസ്റ്റോയാണ്. അതുപോലെ അസ്തിത്വ ദുഃഖത്തിൻ്റെ മലയാളത്തിലെ പ്രഖ്യാതരായ പ്രയോക്താക്കൾ ആരുമല്ല എം ടിയാണ്. ആ ഉരുക്കത്തെ കഴുത്തറ്റം ഉമിത്തി കൂട്ടി അതിൻ്റെ നീറ്റലിൽ ഇരുന്നെഴുതിയെന്ന് പറയപ്പെടുന്ന സുകുമാരകവിയെപ്പോലെ എഴുതിയത്. സേതുവിനോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ എന്ന് വായിച്ച് എന്നേക്കുമായി സ്വൈരം നഷ്ടപ്പെട്ട നാൾ തുടങ്ങി ഞാൻ അന്വേഷിക്കുന്നുണ്ട്, അത് എന്താണ് എം ടി? സ്വസ്ഥതയുടെ നുണയിൽ നിന്ന് മാറി നിന്ന് അവർ എം ടിയെ വായിച്ചതിൻ്റെ ഹേതു എന്ത്? ഇരുട്ടിൻ്റെ ആത്മാവ് വീണ്ടും വായിച്ച ദിവസം ഞാൻ എൻ്റെ അച്ഛനെ സ്വപ്നം കണ്ടു. 40-ലധികം വർഷങ്ങൾക്ക് മുമ്പേ മരിച്ച അച്ഛനെ ഞാൻ അത്യപൂർവമായേ പിൽക്കാലത്ത് കണ്ടിട്ടുള്ളൂ. അച്ഛൻ്റെ ആവശ്യം അത്രയൊന്നും അനുഭവപ്പെട്ടിട്ടില്ലായിരിക്കാം. അച്ഛൻ്റെ അഭാവം തീവ്രമായി അനുഭവപ്പെട്ട സന്ദർഭങ്ങൾ കുറവായിരുന്നിരിക്കാം. ദൈവത്തെ പിതാവിൻ്റെ രൂപത്തിൽ കണ്ട പ്രാചീനമായ ഭയം എന്നിലിരുന്ന് അതാവശ്യപ്പെട്ടിട്ടില്ലായിരിക്കാം. ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധൻ അനുഭവിച്ച അനാഥത്വത്തോടുള്ള എൻ്റെ അനുതാപം സ്വപ്നത്തിലേക്ക് വിളിച്ചു വരുത്തിയതാകാം അച്ഛന്. അച്ഛൻ്റെ അഭാവമാണ് വേലായുധൻ്റെ ഇരുട്ടിന് കാരണമെന്ന് ഈ സ്വപ്നത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ മനസ്സിലാക്കി തുണയ്ക്കെത്തുന്ന ഒരു രക്ഷയുടെ അഭാവമാണ് വേലായുധനെ അനാഥനാക്കുന്നത് എന്നും ഒരു ഭ്രാന്തനോളം അനാഥനില്ലെന്നും ഞാൻ എന്നിലൂടെ അറിഞ്ഞതാകാം. തനിക്ക് രോഗമുണ്ടെന്നറിയാത്ത ഏക രോഗിയാണ് അയാൾ. വേലായുധൻ ആരുമല്ല അമ്മയില്ലാത്ത ആ അമ്മ വീട്ടിൽ. ആ ആരുമല്ലായ്മ വർദ്ധിച്ചാവാം അവൻ ആദ്യം അരക്കിറുക്കനും പിന്നെ മുഴുക്കിറുക്കനും അതിനും ശേഷം മുഴുഭ്രാന്തിന് യാചിക്കത്തക്ക നിലയിലും ആയത്. സ്വന്തം കൂറ് ആ വീട്ടിലല്ലാത്ത
മറ്റൊരു വീട്ടിൽ ഭാര്യയും മക്കളുമുള്ള ജീവിതമുള്ള, മറ്റൊരിടത്തും പ്രയോഗിക്കാൻ അനുവാദമില്ലാത്ത ദുരധികാരം ഇവിടെ പ്രയോഗിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള, അതിന് നിയുക്തനാണ് താൻ എന്ന് കരുതുന്ന സ്വാർത്ഥനായ ഒരു കാരണവരുടെ മൃഗീയമായ മേൽനോട്ടത്തിന് കീഴിലാണ് അവൻ. തൻ്റെ തിന്മകളെല്ലാം വിനിയോഗിക്കാൻ അയാൾക്കിവിടെ അധികാരമുണ്ട്. ആ വീട്ടിലെ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ കനി ആ ദുർദൈവത്തിനല്ലാതെ ഭക്ഷിക്കാൻ അധികാരമില്ല. അയാൾ എന്തെല്ലാം അല്ലയോ ആ പിതൃസ്നേഹത്തിൻ്റെ അഭാവം ആസകലം അരക്ഷിതനാക്കിയിരിക്കുന്നു ആ യുവാവിനെ. തടയാൻ ആരുമില്ല. സ്നേഹം ഇവിടെ ഒട്ടും അധികാരമില്ലാത്ത, മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം കുട്ടിയേട്ടാ എന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുന്ന, വേലായുധൻ പടിയിറങ്ങുമ്പോൾ ഒച്ചയുണ്ടാക്കാതെ കരയാൻ മാത്രം സ്വാതന്ത്ര്യമുള്ള ഒരു വേദനയാണ്. അച്ഛനില്ലാത്ത ആ മരുമക്കത്തായ കാലം സൃഷ്ടിച്ച അരക്ഷിതൻ്റെ സമൂർത്തമായ പ്രതിനിധാനമാണ് ഭ്രാന്തൻ വേലായുധൻ. കിട്ടുന്നത് തിന്ന് സകലരുടെയും പരിഹാസത്തെയും പീഡനത്തെയും എതിർക്കാതെ ഏറ്റ് ആ സ്ഥാപനത്തിൻ്റെ കാരണവരെ, എന്തൊരു വാക്കാണത്, സർവഥാ വിജയിപ്പിച്ച് ചങ്ങലയിൽ കഴിയാനായി പൊട്ടിയ ചങ്ങലയുമായി മടങ്ങി വരികയാണ് കഥാന്ത്യത്തിൽ വേലായുധൻ. എന്നെ കെട്ടിയിടൂ, എനിക്ക് ഭ്രാന്താണ് എന്ന് അതുവരെ അവൻ്റെ ചെയ്തികളിലോ വാക്കിലോ ഇല്ലാത്ത വ്യക്തതയോടെ, തിരിച്ചറിവോടെ, ഭ്രാന്തിൻ്റെ സ്പർശം ലവലേശമില്ലാതെ വേലായുധൻ യാചിക്കുകയാണ്. ഈ ഭയത്തിലല്ലാതെ അയാൾക്ക് അഭയമില്ല. യുവാക്കൾ വേലായുധനാവാതിരിക്കാൻ നന്നെ ജാഗ്രത പുലർത്തേണ്ടിയിരുന്ന ഒരു കാലം, ഒരുപക്ഷെ ഏതാണ്ടൊരു വേലായുധനില്ലാത്ത വീടുകൾ അപൂർവമായ ഒരു കാലം, ഇന്നില്ലാതായ ആ കാലത്തിൻ്റെ വിശദാംശങ്ങൾ സൂക്ഷ്മമായി ഉപയോഗിച്ച് ഭ്രാന്തുപോലും ഒരു പോംവഴിയായി മാറുന്ന ആരുമില്ലായ്മയിലൂടെ MT ഇരുട്ടിൻ്റെ ആത്മാവിൽ ആവിഷ്കരിക്കുന്നു. ഇക്കാലത്തിൻ്റെ ഒരു പോംവഴി അച്ഛനാണോ മക്കത്തായമായിരുന്നോ എന്നോർത്താവാം കഥ വായിച്ച എൻ്റെ അബോധം അച്ഛനിലെത്തിയത്. മരുമക്കത്തായ വ്യവസ്ഥയിലെ അഭാവത്തെ അച്ഛനാണോ എന്ന് ശങ്കിക്കുക മാത്രമായിരുന്നു എൻ്റെ സ്വപ്നം. മക്കത്തായത്തിൽ ആ അച്ഛൻ പലപ്പോഴും ആ കാരണവരുടെ ചുമതലയും വഹിക്കാതിരിക്കണമെന്നില്ല. വ്യക്തിയെ ആരുമല്ലാതാക്കുന്ന സാഹചര്യത്തോടുള്ള തീരാപ്പകയാണ്, സൂക്ഷ്മമായി പറഞ്ഞാൽ കറയാണ്, അസ്വസ്ഥതയുടെ ഉറവിടങ്ങൾ തേടി നടക്കുന്ന MT കഥകളുടെ അനന്യത. അങ്ങനെ ഇരുട്ടിൻ്റെ ആത്മാവിലും കുട്ടിയടത്തിയിലുമെല്ലാം MT എത്തുന്നു. MT സാഹിത്യത്തിലെ നടുനായകമായ പദമാണ് കറ. മരത്തിൻ്റെയോ മത്സ്യത്തിൻ്റെയോ കറ അവയുടെ ജീവചൈതന്യമാണ്, സബ്സ്റ്റൻസാണ്. ചവിട്ടിയാൽ കടിക്കുന്ന പാമ്പിൽ ഉണരുന്നതാണ്. മനുഷ്യനിൽ മമതയായും പകയായും വെറുപ്പായും മാറുന്നത് കറയാണ്. MTയുടെ കഥാപാത്രങ്ങളുടെ മുറിവിൽ നിന്നൊഴുകുന്നത് ഈ കറയാണ്, രക്തമല്ല. MTയുടെ കേന്ദ്ര കഥാപാത്രങ്ങളുടെ കാതൽ, ഉണ്മ ഈ കറയാണ്. തന്നിലെ കറയ്ക്ക് ആവിഷ്കാരം തേടിയാവാം MT എഴുതുന്നത്. കറയ്ക്ക് പങ്കില്ലാത്തതൊക്കെ സത്യസന്ധമല്ലെന്ന് MT കരുതുന്നു. പൊറുക്കാനാവാത്ത, മറക്കാനാകാത്ത, അലിയാത്ത, കൂടിക്കലരാത്ത ഒന്നാണത്. നാലുകെട്ടിനോടുള്ള അപ്പുണ്ണിയുടെ കറയിൽ ജീവിതയോഗ്യമല്ലാത്ത കുടുംബ പരിസരത്തോടുള്ള കറയാണ് ഉള്ളത്. ആരാണ് അച്ഛൻ എന്ന് ചോദിച്ചാൽ കോന്തുണ്ണി നായരാണ് എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു നടക്കണമെന്ന ബാല്യത്തിലെ അപ്പുണ്ണിയുടെ സങ്കല്പത്തിലുള്ളത് മരുമക്കത്തായത്തിനോടുള്ള കറയാണ്. പകയോ വെറുപ്പോ ജയകാംക്ഷയോ അല്ല, അതെല്ലാം ചേർന്നതാണ് കറ.
സകലതിനോടും കറയാണ് കുട്ടിയടത്തിയിലെ മാളുക്കുട്ടിക്ക്. കാലത്തിലെ സേതുവിൻ്റെയും അസുരത്തിലെ ഗോവിന്ദൻകുട്ടിയുടെയും അസ്വസ്ഥതകളും എന്തിനോടെല്ലാമോ ഉള്ള തന്നോട് തന്നെ ഉള്ള കറയാണ്. ഭീമനിൽ തൻ്റെ നായകനെ കാണാൻ എം ടിയെ പ്രേരിപ്പിച്ചത് വിജയിയായ അർജുനനിലോ ധർമ്മബുദ്ധിയായ യുധിഷ്ഠിരനിലോ ഇല്ലാത്ത വൈഭവം ഉള്ളതിനാലല്ല, അവരിലില്ലാത്ത കറ ഉള്ളതിനാലാണ്. എം ടി തൻ്റെ പെട്ടകത്തിൽ കയറ്റുന്നത് കറ നോക്കിയാണ്. എം ടി തിരഞ്ഞെടുക്കുന്നത് കറയുള്ളവരെയാണ്. വ്യസനവും കോപവും നിരാശയും ആസക്തിയും കൂടിക്കുഴഞ്ഞ സ്വസ്ഥതയറിയാത്തവരെ. നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥ തീരുകയാണ്. നിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിത് കുറിക്കുകയാണ്. ആ കഥയുടെ സന്ദർഭത്തിൽ നിന്ന് മാറി നിന്ന് വായിച്ചാൽ നീ അനുവാചകനായി മാറാം. എം ടി വായനക്കാരന് ആത്മവായനയാണ്. സ്വന്തം സ്മരണകൾ കൂട്ടിയാണ് നാം എം ടിയെ ഉണ്ണുന്നത്. ഇരുട്ടിൻ്റെ ആത്മാവ് വായിച്ചപ്പോൾ വായനക്കാരൻ അയാളുടെ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടതുപോലെ സങ്കീർണമാണ് അത്, അനിവാര്യവും. വായനക്കാരുടെ രഹസ്യ സ്മരണകൾ പങ്കിടപ്പെടുന്നതിലൂടെയാണ് എം ടി വായനക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായത്. അവനവനിലെ ശമിക്കാത്ത കറ പങ്കിട്ടതിനാൽ. നിന്നെ എഴുതാൻ എന്നെ വിസ്മരിക്കണമോ എന്നെ ഓർമ്മിക്കണോ എന്ന പ്രഹേളികയ്ക്ക് എം ടിയുടെ മറുപടി തന്നെ സൂക്ഷ്മമായി ഓർമ്മിക്കുക എന്നതാണ്. താൻ ഒരു വിചിത്രമായ ദ്വീപാണ്, ഒരു പദമാണ്. നീയും ഞാനുമാവാം അത്. എം ടി ഈ സന്നിഗ്ധത നന്നായി ഉപയോഗിച്ചു. എം ടിയുടെ കഥകൾ ഓർമ്മകളാണ്. തൻ്റെ വ്യക്തിപരമായ ഓർമ്മകൾ വിശദമായി ഉപയോഗിച്ച് എഴുതപ്പെട്ടവ. എം ടി കഥകളുടെ വായനയും സമാനമാണ്. വായനക്കാരൻ്റെ വ്യക്തിപരമായ ഓർമ്മകൾ തീവ്രമായി കലർന്ന വായനകൾ. എം ടി തൻ്റെ കഥകൾ വായനക്കാരൻ്റെ ഓർമ്മകൾ ഉപയോഗിച്ച് എഴുതിയെന്നും പറയാം. താൻ ഞാനാവുന്ന ഭാഷാസന്ദർഭങ്ങൾ എം ടി സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. നിൻ്റെ ജീവിതം തൻ്റെ ജീവിതത്തെ മുൻനിർത്തി എം ടി എഴുതി. സമാനമായ ജീവിത പശ്ചാത്തലമില്ലാത്തവർ പോലും സ്വന്തം കഥ അതിൽ വായിക്കാവുന്നിടത്തോളം പ്രതീകാത്മകത ഉണ്ടായിരുന്നു അവയ്ക്ക്, നേരുണ്ടായിരുന്നു അവയിൽ. വായനക്കാരിക്ക് കാരന് താൻ ജീവിക്കാത്ത ജീവിത പരിസരങ്ങളിലെ തൻ്റെ കഥകളായിരുന്നു അവ. തകഴിയും എസ് കെയുമൊക്കെ കഥാപാത്രങ്ങളുടെ ജീവചരിത്രങ്ങൾ എഴുതിയപ്പോൾ എം ടി കഥാപാത്രങ്ങളുടെ ആത്മകഥകൾ എഴുതി. ഞാൻ തന്നെയായിരുന്നു, ഒരുപക്ഷെ എന്നേക്കാൾ ഞാൻ ആയിരുന്നു എം ടിയുടെ അയാൾ. തൻ്റെ കറ എഴുതിക്കൊണ്ട് അനുവാചകൻ്റെ കറയെ ആവിഷ്കരിച്ചു എം ടി. എന്നിലുള്ള കാരണങ്ങൾ നിന്നിലുമുണ്ടെന്ന് എം ടിയും എം ടിയുടെ അനുവാചകനും വിശ്വസിച്ചു. എം ടി സമൂഹത്തോടല്ല സംസാരിച്ചത്, വ്യക്തിയോടായിരുന്നു. എലോൺ ടു എലോൺ ആണ് എം ടി. നിങ്ങളിലും ഞങ്ങളിലും അവരിലും എം ടിക്ക് താല്പര്യമോ വിശ്വാസമോ ഇല്ല. അവരും ഞാനുമായുള്ള അകൽച്ച വർദ്ധിക്കുന്നതിനെയാണ് വാർദ്ധക്യം എന്ന് പറയുക എന്ന് എം ടിയുടെ അവർ എന്ന കഥ പറയുന്നുണ്ട്. ബന്ധങ്ങളിലെ, സൗഹൃദങ്ങളിലെ, ഉപചാരങ്ങളിലെ അഭിനയത്തിനോടുള്ള കറ എം ടിയുടെ രചനകളിലെ മൗലികമായ ഒരു സവിശേഷതയാണ്. അഭിനയത്തോടുള്ള, ഹിപ്പോക്രസിയോടുള്ള അസഹിഷ്ണുത എം ടിയുടെ മുഖ്യ അടയാളമാണ്. എം ടിയിൽ അഭിനയമില്ല. അതിഭാവുകത്വം അഴിഞ്ഞ് അഭിനയം സ്വാഭാവികമായ പെരുമാറ്റമാവുന്നത് പ്രധാനമായും എം ടി ചിത്രങ്ങളിലൂടെയാണ്. അഭിനയ സ്നേഹങ്ങളോടുള്ള അസഹിഷ്ണുതയും അഭിനയമല്ലാത്ത സ്നേഹത്തോടുള്ള മമതയും എം ടിയിൽ ഉണ്ട്. നേരിൻ്റെ ഒരിടമായി എഴുത്തിനെ നിലനിർത്താൻ എം ടിക്കായി. സാമൂഹിക പ്രതിബദ്ധതയോ അതിനോടുള്ള എതിർപ്പോ എം ടി അഭിനയിച്ചില്ല. കറകളഞ്ഞ സ്നേഹമോ വെറുപ്പോ അല്ല, കറയുള്ള സ്നേഹമോ വെറുപ്പോ എം ടി എഴുതി.
ബന്ധങ്ങളിലെ ആത്മാർത്ഥതയില്ലായ്മയോ അവഗണനയോ അപമാനമോ ഒറ്റപ്പെടലോ ഒക്കെ കറകളായി, പിന്നീട് എഴുത്തായി. മായുന്ന മഷി ഉപയോഗിച്ചല്ല, മായാത്ത കറ ഉപയോഗിച്ചാണ് എം ടി എഴുതിയത്. കറയാണ് തൻ്റെ ദ്രവ്യമെന്നും അതുപയോഗിച്ച് താൻ എഴുതൂ എന്ന നിശ്ചയവും എം ടിക്കുണ്ടായിരുന്നു. നർമ്മത്തെയോ കവിതയെയോ തത്വചിന്തയെയോ സന്ദർഭം വിട്ട് വളരാൻ എം ടി സമ്മതിച്ചില്ല. തൻ്റെ സഹജമായ വഴിക്കല്ലാതെ ഓടി നോക്കാൻ ഒരു വെമ്പലും എം ടിയിൽ കണ്ടില്ല. വി കെനെ പോലെ ധൂർത്തടിക്കാനല്ല, പരമാവധി ചുരുക്കി ചെലവിടാനായിരുന്നു എം ടിക്ക് വാസന. എം ടി വലിയ എഡിറ്ററായത് മാതൃഭൂമി എഡിറ്റ് ചെയ്തിട്ടല്ല, തൻ്റെ ചെറുകഥകൾ എഡിറ്റ് ചെയ്തിട്ടാണ്. കാരൂരിന് അദ്ദേഹം ആമുഖം എഴുതി. മഹാശില്പിയായ ഹെമിംഗ്വേക്കൊരു മുഖവുര എഴുതി. കാർവറുടെ രൂപശില്പ മികവ് കഥകളിൽ നിലനിർത്തി അവർ കുട്ടിയടത്തി, ജോക്കർ, ഷെർലക്, വാനപ്രസ്ഥം എല്ലാ കഥകളും അകക്കാമ്പ് കൊണ്ടും രൂപശ്രദ്ധ കൊണ്ടും മിഴിവുറ്റവയായി. കൃത്യതയിൽ, കൃതകൃത്യതയിൽ, കൃത്യതയുടെ മോക്ഷമാണ് ഉള്ളത്. എം ടി കണിശം കാട്ടി. ഈ കൃത്യത വേണ്ടത്ര പാലിക്കാനായില്ല നാലുകെട്ടിലെ വയനാട്ടിലെ വിവരണത്തിൽ എന്ന് അദ്ദേഹം ഒരിക്കൽ ദുഃഖിച്ചു കണ്ടു. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് എം ടി പുറപ്പെടൂ, ആഴം കണ്ടേ വെള്ളത്തിൽ ചാടൂ. ബഷീറിലോ മാധവിക്കുട്ടിയിലോ മേതിലിലോ ഉള്ള അത്ഭുത കരത്തിൽ എം ടിക്ക് വിശ്വാസമില്ല. കറൻസി അടിക്കുമ്പോൾ നിശ്ചിതാനുപാതത്തിൽ സ്വർണ്ണ നിക്ഷേപം വേണമെന്ന പഴയ വിശ്വാസം എം ടി നിലനിർത്തി. ആ നിക്ഷേപം തൻ്റെ കറയായിരുന്നു. സ്ഥലകാലത്തിൽ ഊന്നി വളർന്നവയാണെങ്കിലും എം ടി സ്ഥലകാലങ്ങൾക്ക് കഴുകാനാകാത്ത കറ കൊണ്ട് നമ്മെ അസ്വസ്ഥനാക്കുന്നു.